ഈ ഒരു അമ്പലയാത്ര ഉണ്ടല്ലോ ഭയങ്കര രസമാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്, ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഈ അമ്പലത്തിലേക്ക് പോകാമെന്ന്. അപ്പോൾ നമ്മൾ പോകുന്നത് കാടാമ്പുഴയാണ് കേട്ടോ. കാടാമ്പുഴ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാനൊരു കാര്യം, നല്ല വരി നിൽക്കണം. നമുക്ക് കാടാമ്പുഴ അമ്പലത്തിൽ പ്രത്യേകിച്ച് എന്താ വഴിപാട്, മുട്ട ഇറക്കണേന് നല്ല വരി നിൽക്കണം അല്ലേ. പക്ഷേ ഒരു 4-5 മണിയാകുമ്പോഴേക്കും പുലർച്ചെ 5 മണിയാകുമ്പോഴേക്കും അവിടെ എത്തിക്കഴിഞ്ഞാലുണ്ടല്ലോ സുഖമായിട്ട് മുട്ടറുത്ത് നല്ല ഉഷപൂജയൊക്കെ തൊഴുത് സുഖമായിട്ട് പ്രാർത്ഥിച്ച് പോരാം, അടിപൊളിയായിട്ട്. അപ്പോൾ നമ്മൾ മിക്ക സമയങ്ങളിലും അവിടെ ആ സമയത്താണ് കേട്ടോ പോവാറ്. അതും എനിക്കൊരു അടുത്തുള്ള ചേച്ചി, രമ്യ ചേച്ചി, ആ ചേച്ചി പറഞ്ഞു തന്നൊരു കാര്യമാണ്. അപ്പോഴാണ് നമ്മൾ അറിയണത്. പിന്നെ അവിടെ നിന്ന് ഒരു അപ്പം കിട്ടാനുണ്ട് കേട്ടോ. അതും ഈ പുലർച്ചെ പോയാലേ കിട്ടുള്ളൂ. പക്ഷേ അത് ഈ പുലർച്ചെ പോകാൻ തുടങ്ങിയവരെയാണ് ഞാനും അറിഞ്ഞത് അപ്പം എന്ന് പറഞ്ഞൊരു വഴിപാട് അവിടെ ഉണ്ടെന്ന്. നല്ല ടേസ്റ്റുള്ള സോഫ്റ്റ് ഉണ്ണിയപ്പമാണ് കേട്ടോ. ഭയങ്കര രസമാണ് അത് കഴിക്കാൻ. അപ്പോൾ ഒരു വലിയ താങ്ക്സ് രമ്യ ചേച്ചിക്ക്. കാരണം ഈ ഒരു ടൈം പറഞ്ഞത് അറിയില്ലായിരുന്നു, ഇത്ര നേരത്തെ പോയി കഴിഞ്ഞാൽ അവിടെ സുഖമായിട്ട് തൊഴാൻ പറ്റുമെന്ന്. ഇനിയിപ്പോൾ അത് കണ്ടിട്ട് എല്ലാവരും നേരത്തെ പോയി തൊഴുത് ഇപ്പോൾ ആ സമയത്തും തിരക്കാമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ സാരമില്ല, അധികമൊന്നും ആരും പോകണ്ടാവില്ല ആ സമയത്തൊന്നും, ഉറങ്ങണ സമയമല്ലേ. നമുക്ക് പിന്നെ ഈ ബ്രൈഡൽ വർക്കിന് പുലർച്ചെയൊക്കെ എണീറ്റ് പോയി അങ്ങനെ ശീലമായിപ്പോയി. പക്ഷേ മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു സമയത്ത് വരാൻ. തിരക്കൂലി കണ്ടോ, മുട്ട കറുത്തു, പിന്നെ പായസം, നല്ല ശർക്കര പായസം, ഭയങ്കര ടേസ്റ്റാണ് അവിടുത്തെ പായസം. അപ്പം കുറച്ച് കൂടുതൽ വാങ്ങിക്കും, എല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ സുഖമായി തൊഴുത് വഴിപാടൊക്കെ കഴിച്ച് തൊഴുതിറങ്ങി. ഞങ്ങൾ പിന്നെ നേരെ പോകുന്നത് എങ്ങടാ, എപ്പോഴും ഈ ഒരു പേര് മറക്കുകയാണ് ഞാൻ, ഇന്ത്യനൂർ അമ്പലത്തിലേക്കാണ് കേട്ടോ, ഗണപതി ക്ഷേത്രത്തിലേക്കാണ്. അത് എൻ്റെ മൂത്ത മോനാണ് ശ്രേയസ്. അവന് 10ാം ക്ലാസ്സിലെ ക്ലാസ് തുടങ്ങുന്ന ദിവസമായിരുന്നു. അപ്പോൾ അന്ന് തന്നെ അമ്പലത്തിലൊക്കെ ഒന്ന് പോയി വിസിറ്റ് ചെയ്ത് വരാമെന്ന് വിചാരിച്ചു. ഒരു നല്ലൊരു തുടക്കമല്ലേ, നല്ലൊരു തുടക്കം ആവട്ടെ, നല്ലൊരു എൻഡിങ്ങും ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇത് അമ്പലം കേട്ടോ, 2 സൈഡിലും അമ്പലക്കുളമാണ്. ഒന്നിൽ വെള്ളമില്ല, ഒന്നിൽ വെള്ളം നന്നായിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഒറ്റ കഴിക്കുക, എവിടെ വന്നാലും നമുക്ക് ഒറ്റ കഴിച്ചാൽ ഒരു അപ്പം കിട്ടും. അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അത് നമ്മൾ ഈ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഒറ്റ കഴിക്കുന്നത് നല്ലതാണെന്ന് പറയും. ഇന്ത്യനൂർ അമ്പലം എന്ന് പറയുന്നത് നമ്മൾ ഈ എക്സാമിൻ്റെ ടൈമിലും അല്ലാത്ത ടൈമിലൊക്കെ ആയാലും പേന പൂജിക്കുക, അങ്ങനെയൊക്കെ പൂജിച്ച് തരും. അപ്പോൾ നമുക്കൊരു വിശ്വാസം, അതിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റും എന്നൊക്കെ ഉള്ളൊരു വിശ്വാസം. അപ്പോൾ എന്തായാലും മക്കളെയൊക്കെ കൂട്ടി പോയി. അവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അമ്പലത്തിലേക്ക് വരിക, പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയണത്. പിന്നെ എൻ്റെ കൂടെയുള്ള എൻ്റെ ഹസ്ബൻഡ് ബോബിച്ചേട്ടനും അതിലേറെ ഇഷ്ടമാണ്. പക്ഷെ മൂപ്പർക്ക് എൻ്റെ ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റില്ല. എന്നാലും ആൾ പുറത്ത് നിന്നെല്ലാം ആസ്വദിക്കും, ഞങ്ങളെ കൊണ്ടുപോകും. ആളതായ കാര്യങ്ങളൊക്കെ നടത്തും, ഞങ്ങളതായ കാര്യങ്ങളൊക്കെ നടത്തും. അങ്ങനെ ഞങ്ങൾ ഇവിടെയും തൊഴുത് ഞങ്ങൾ പ്രസാദമൊക്കെ വാങ്ങിച്ചു, അപ്പമൊക്കെ വാങ്ങിച്ചു കേട്ടോ. നല്ല മഴയായിരുന്നു, നല്ല അടിപൊളി മഴ. നമുക്ക് വണ്ടിയുടെ അടുത്തേക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ പോസ്റ്റായി. ക്ലാസ്സല്ല, ട്യൂഷനാണ് കേട്ടോ ശ്രേയസിന് തുടങ്ങുന്നത്. ഇതാണ് കേട്ടോ അപ്പം, ഭയങ്കര ടേസ്റ്റാണ്. നല്ല നെയ്യിൽ കുളിച്ച അപ്പം, ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഈ ഒരു അപ്പത്തിന് വേണ്ടിയിട്ടും നമ്മൾ അമ്പലത്തിലേക്ക് പോകുക എന്നുള്ളൊരു ഇതുണ്ട്. പക്ഷേ ഭഗവാനെ പ്രാർത്ഥിച്ചു, എന്തായാലും ശുഭം.